ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നലെ അയർലാൻഡിലത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള സെൻറ്റ് പാട്രിക്സ് ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. എല്ലാ ഇയറും മാർച്ച് 17 അയർലാൻഡിൽ ഇതേപോലെ നല്ല അടിപൊളി പരേഡും റാലിയും എല്ലാ സ്ട്രീറ്റ്സിലും ഉണ്ടാവും. പക്ഷേ ഡബ്ലിൻ സിറ്റിയിലായിരിക്കും ഏറ്റവും കൂടുതൽ പരിപാടികൾ ഉണ്ടാവാം. ഇതിവിടെ അയർലാൻഡിലത്തെ കൾച്ചറും കമ്മ്യൂണിറ്റി ആർട്സ് പിന്നെ നല്ല ഫണ്ണൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കിടിലൻ ഫെസ്റ്റിവലാണ്. പണ്ട് കാലത്ത് സെയിൻറ്റ് പാട്രിക്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങായിട്ട് കണ്ടുവന്നിരുന്നൊരു കൾച്ചറൽ ഫെസ്റ്റിവൽ മാത്രമായിരുന്നു. പിന്നീട് ഇതൊരു ഗ്ലോബൽ ഫെസ്റ്റിവലായിട്ട് മാറായിരുന്നു. ഇപ്പോൾ അയർലാൻഡിലുള്ള ആൾക്കാർ മാത്രമല്ല, ലോകത്തിൻ്റെ പല കോണിലുള്ള ആൾക്കാരും ഈ ഒരു യുണീക്ക് കൾച്ചറൽ ഫെസ്റ്റിവൽ കാണാനായിട്ട് ഇവിടെ വരാറുണ്ട്. പിന്നെ ഈ ഫെസ്റ്റിവലിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫെസ്റ്റിവലിന് വരുന്ന എല്ലാവരും നല്ല ഗ്രീൻ ഡ്രസ്സ് അല്ലെങ്കിൽ ഗ്രീൻ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടാണ് വരാം. ഇതാണ് സെൻറ്റ് പാട്രിക്സ്. പുള്ളിയുടെ കയ്യിലിരിക്കുന്നതാണ് ഈ ഷാംറോക്ക് എന്ന് പറഞ്ഞൊരു ലീഫ്. അത് അയർലാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംബലും കൂടിയാണ്. പിന്നെ ഈ അയർലാൻഡിന്റെ ഗ്രീൻ ലാൻഡ്സ്കേപ്പും നേച്ചറിനെയൊക്കെ റെപ്രസെന്റ് ചെയ്താണ് ഈ ഗ്രീൻ കളർ ഇവർ ചൂസ് ചെയ്യണത്. അത് മാത്രമല്ല, ഞാൻ അവിടെ വന്നപ്പോൾ കേട്ടൊരു കാര്യം, അയർലാൻഡ് സ്നേക്സ് ഇല്ലാത്തതിന് കാരണം പുള്ളിയാന്നാണ്. ചില ആൾക്കാർ പറയണത് പണ്ട് കാലങ്ങളിൽ ഈ ഈവളുടെ സിംബലായിട്ടാണ് ഈ സ്നേക്സിനെ കാണുന്നതെന്നും ആ ഒരു ബിലീഫ് സിസ്റ്റം മാറ്റി പുതിയൊരു കൾച്ചർ കൊണ്ടുവന്നത് പുള്ളിയാന്നാണ് പറയുന്നത്. കറക്റ്റ് അറിയുന്ന ആൾക്കാർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും എന്നെ പോലുള്ള സ്റ്റുഡൻസിന് ഇവിടെ ഇങ്ങനെ അയർലാൻഡ് വന്ന് ആ കൺട്രിയിലെ കൾച്ചറും അവിടുത്തെ ഫെസ്റ്റിവൽസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്.